ജസ്റ്റ് ഒരു 2 minutes വെയിറ്റ് ചെയ്യട്ടാ, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. എല്ലാവരോടും ഒന്ന് വേഗം ജോയിൻ ചെയ്യാൻ പറയണേ. എല്ലാവരും മറ്റേ ലാബ് പ്രോഗ്രാം അപ്ലോഡ് ചെയ്തില്ലേ? എല്ലാവരും ചെയ്തല്ലോ അല്ലേ ലിങ്ക് ബേസിൽ? ആ ബെറ്റർ സിസ്റ്റം ഉള്ളവരില്ലേ, നിങ്ങൾ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്തോളൂ കേട്ടോ. ഓൺലൈൻ മോഡ് നോക്കണമെന്നില്ല. കുറെ പേരൊക്കെ ലിനക്സ് തന്നെ ഉബണ്ടു തന്നെയാണ് ചെയ്തത്. അതാണ് നല്ലത്, കാരണം നിങ്ങൾക്ക് പഠിക്കാനും അത് തന്നെയാണ് ഓക്കെ. ഓൺലൈൻ മോഡ് തീരെ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർ, സിസ്റ്റം ഇല്ലാത്തവരൊക്കെ എമുലേറ്റർ ഒക്കെ യൂസ് ചെയ്താൽ മതി. അല്ലാത്തവർ ഉബണ്ടു ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക.
ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവർ ജസ്റ്റ് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും, ഓരോ വേർഷൻസും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിൻ്റെ. ഉബുണ്ടു വേഗം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കമാൻഡ്സും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും പെട്ടെന്ന്. ഈ ഫസ്റ്റ് മോഡ്യൂളിന്റെ നോട്ട് ഞാൻ ലിൻവേസിലും ഗൂഗിൾ ക്ലാസ് റൂമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? Yes, ma'am. ആ, ഓക്കെ. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് അസൈൻമെന്റ് ഇതിൽ അഖിലല്ലേ സബ്മിറ്റ് ചെയ്യാതുള്ളതല്ലേ? അഖിൽ CV എന്തോ ഫോൺ ഇഷ്യൂ ആയിരുന്നോ? ഓക്കെ, മെയിൽ ചെയ്യുക അസൈൻമെന്റ് കേട്ടോ. മെയിൽ ID ഞാൻ തരാം, പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ദാറ്റ്സ് ഗുഡ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് 5 മാർക്സ് ആയിരുന്നു. ഓക്കെ, ദറ്റ് ഇസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ മാത്രം പാടില്ല. കുറേ പേര്, മെജോറിറ്റി ദേ ഹാവ് റിട്ടൺ എന്താണ് എക്സ്പ്ലനേഷൻ, ഒരു ജസ്റ്റ് ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫങ്ഷൻസ് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റ് എന്നായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ കേസിലാണെങ്കിലും 5 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഒരിക്കലും ലിസ്റ്റിംഗ് അല്ല. ലിസ്റ്റിംഗിന് മേ ബി ഇറ്റ് ക്യാരീസ് 1.5 മാർക്ക് ഓർ 2 മാർക്സ് മാക്സിമം. ഓക്കെ, സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ഈ 5 മാർക്സിൽ 2+3 സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. 2 ഫോർ ലിസ്റ്റിംഗ് ആൻഡ് 3 ഫോർ എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് പാർട്ട്, ഈച്ച് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. സോ കുറച്ച് പേര് ഹാഫ് ആയിട്ടാന്ന് തോന്നുന്നു, കുറച്ച് പേരൊക്കെ ലിസ്റ്റ് മാത്രം ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് വെൽ ആൻഡ് ഗുഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? Yes, ma'am. അതെന്താ ഇപ്പം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അസൈൻമെന്റിന് ഓക്കെയാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് ലോസ് ചെയ്യും. ഓക്കെ, കറക്റ്റ് സ്പ്ലിറ്റപ്പ് ആണ് യൂണിവേഴ്സിറ്റിയിൽ ആൻസർ കീയിൽ ഉണ്ടാവുക. സോ ലിസ്റ്റ് എന്ന് അവർ പറഞ്ഞാൽ കൂടിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ടൈം നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് എലാബറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് സിസ്റ്റം കോൾസ് എടുത്തിരുന്നു. സിസ്റ്റം കോൾസിന്റെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് പാരാമീറ്റർ പാസിംഗ് ആണ് നമ്മൾ എടുത്തത്. ആൻഡ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് ആയിരുന്നു നെക്സ്റ്റ് എടുക്കാനുള്ളത്. സ്ക്രീൻ ഓക്കെ ആണോ? PPT കാണുന്നുണ്ടോ? Miss കാണുന്നുണ്ട്. Just 1 minute. ഇപ്പോൾ ഓക്കെ ആണോ? എനിക്ക് പവർ ലോസ് ആയി, അതുകൊണ്ടാണ്, സോറി. ഇപ്പോൾ ഓക്കെ ആണോ? ഹലോ, Miss. ക്ലിയർ അല്ലേ? ഓക്കെ, സോ
സിസ്റ്റം കോൾസ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിസ്റ്റം കോൾ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 3 മാർക്സിന്. ദെൻ സിസ്റ്റം കോൾ പാരാമീറ്റർ പാസിംഗ് ഫോർ 4 മാർക്സ്. ഓക്കെ, 4 മാർക്സിന് ചോദിച്ചതാണ്. സോ ആ ടൈമിൽ നിങ്ങൾ എങ്ങനെ എഴുതണം, എങ്ങനെയാണ് പാരാമീറ്റർ പാസ് ചെയ്യണത്? ദർ വെർ 3 മെത്തേഡ്സ്. ഓക്കെ, 3 മെത്തേഡ്സ് ഫോർ പാരാമീറ്റർ പാസിംഗ്. അപ്പോൾ അതിന് യു ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ ഓൾസോ. ഓക്കെ, ഫിഗർ വേണം, അതിൻ്റെ കൂടെ എക്സ്പ്ലനേഷനും കൊടുത്തിരിക്കണം. സോ എന്തായിരുന്നു ഒരു സിസ്റ്റം കോള്? നമ്മൾ ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. നമ്മൾ ഒരു സി പ്രോഗ്രാം എഴുതിയിട്ട് അതിൽ ദർ യു ഹാവ് എ പ്രിന്റ് എഫ് ഫംഗ്ഷൻ. അപ്പോൾ പ്രിന്റ് എഫ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ കൊടുത്തിട്ടുള്ള പ്രിന്റ് എഫിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്താണ് കൊടുത്തത്, ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സി പ്രോഗ്രാം എഴുതുന്നു. സോ ആ ഫംഗ്ഷൻ യൂസർ മോഡിലാണ് അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് സി ലൈബ്രറിയിൽ പോവും. സി ലൈബ്രറി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ മോഡിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷന് കേർണൽ മോഡിലോട്ട് പാസ് ചെയ്യും. സോ കേർണൽ ലെവലിൽ എന്താണ്, ഈ പ്രിന്റ് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൈറ്റ് ഫംഗ്ഷൻ ആണ് ഉണ്ടാവുക. അതിൽ ആ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ കോഡിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് യു ഹാവ് ടു ഡിസ്പ്ലേ ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ് കണ്ടന്റ് അതാണ് പാരാമീറ്റർ. ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ് ഡിസ്പ്ലേ ആവേണ്ടത്. സോ ദാറ്റ് ഡാറ്റ വിൽ ബി പാസ്ഡ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ് വിൽ ബി വർക്ക്. ഓക്കെ, അത് വർക്ക് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് സക്സസ് ഓർ ഫെയിലിയർ അത് റിട്ടേൺ ചെയ്യും. പ്രിന്റ് എഫിന്റെ കേസിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്തു, ഓക്കെ, അതാണ് റിട്ടേൺ ചെയ്യുക. സോ ഇതാണ് സിസ്റ്റം കോൾ. അപ്പോൾ സിസ്റ്റം കോൾ എപ്പോഴും എന്താണ്, കേർണൽ ലെവലിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാം യൂസർ മോഡാണ്, യൂസർ ലെവലിലാണ് നമ്മൾ എഴുതുക. ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്താണ്, സിസ്റ്റം കോൾസ് ഉണ്ടാവും. സിസ്റ്റം കോൾസിലോട്ട് മാപ്പ് ചെയ്യും. അതിനൊരു ഇന്റർഫേസ് ഉണ്ടായിരിക്കും. സിയിലാണെങ്കിൽ സിന്റെ ഇന്റർഫേസ് ഉണ്ടാവും, ജാവയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഇന്റർഫേസ് ഉണ്ടാവും. സോ അവിടെ മാപ്പ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിസ്റ്റം കോൾ വർക്ക് ചെയ്യും. ഇതാണ് ഒരു സിസ്റ്റം കോളിന്റെ വർക്കിംഗ്. സോ അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സിസ്റ്റം കോളിന്റെ പാരാമീറ്റർ പാസിംഗ്. പാരാമീറ്റർ പാസ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ജസ്റ്റ് എന്താ, പാരാമീറ്റേഴ്സ് ക്യാൻ ബി പാസ്ഡ് ഇൻ രജിസ്റ്റേഴ്സ്. ഓക്കെ, ആകെ 1-2 പാരാമീറ്റേഴ്സ് ഒക്കെയാണ് നമുക്ക് രജിസ്റ്റേഴ്സിൽ പാസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ഒക്കെ വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പാസ് ചെയ്യാം. പാരാമീറ്റേഴ്സിന് മെമ്മറിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ലൊക്കേഷനിൽ വെച്ചിട്ട് പാസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം, ആ ബ്ലോക്ക് ഓഫ് മെമ്മറിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ഒക്കെ രജിസ്റ്ററിൽ വെച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഡാറ്റ കൊടുക്കാം. ഓക്കെ, സിസ്റ്റം കോളിന് ഡാറ്റ കൊടുക്കാം. സോ ഇങ്ങനെ 3 വേ ആണുള്ളത്. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ഡാറ്റ ഒക്കെ ആണെങ്കിൽ രജിസ്റ്ററിൽ വെച്ച് പാസ് ചെയ്യാം. ഇനി എല്ലാം നിങ്ങൾക്ക് ബ്ലോക്ക് ഓഫ് ഡാറ്റ ആണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രം എന്ത് ചെയ്യുക, രജിസ്റ്ററിലോട്ട് വെക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, അവിടുന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എടുത്തിട്ട് എത്ര ഡാറ്റയാണോ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് അതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കും. ഇനി എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. സ്റ്റാക്കിൽ നിന്ന് OS എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും, എന്നിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സിസ്റ്റം കോളിന്റെ പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം. അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷനും ചോദിക്കാം. കാരണം എന്താ, ഇതാണ് ഇംപ്ലിമെന്റേഷന്റെ ഫിഗർ, സെക്കൻഡ് ഫിഗർ. അതായത് എങ്ങനെയാണ് ഈ മാപ്പിംഗ് നടക്കുന്നത്. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നു, ഒരു ഫംഗ്ഷൻ എഴുതുന്നു, ആ ടാസ്ക് എങ്ങനെയാണ് OS ലെവലിൽ പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ മാപ്പിംഗ് അവിടെ ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. സോ ഹൗ ഇറ്റ് ഈസ് ഡൺ, എങ്ങനെയായിരുന്നു, നമ്മളൊരു യൂസർ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ടേബിൾ ഇന്റർഫേസിൽ, സിസ്റ്റം കോളിന്റെ ഇന്റർഫേസിൽ അവിടെ ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. കേർണൽ ലെവലിൽ ടേബിൾ മെയിൻറ്റെയിൻ, ആ ടേബിളിന് കറസ്പോണ്ടിങ് ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, നമ്പറും അത് കറസ്പോണ്ടിങ് ഫംഗ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് നമ്പർ ഏതാണെന്ന് നോക്കും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ടാസ്ക് എന്താണ്, ഫംഗ്ഷന്റെ പേരെന്താണ്, ഓപ്പൺ സെയിം പേരാവണമെന്നില്ല, എന്താണ് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ ഇവിടെ പ്രിന്റ് എഫ് വന്നില്ലേ, പ്രിന്റ് എഫ് ഇവിടുന്ന് വന്നു, പക്ഷെ ഇവിടെ വരുമ്പോഴേക്ക് അത് റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മാപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്, നമ്പർ ബേസ്ഡ് ആയിട്ടാണ്. ഒരു ടേബിൾ ഉണ്ടാവും, ആ ടേബിളിനെ ഇൻഡെക്സ് ചെയ്തിട്ടുള്ളത് നമ്പർ വെച്ചിട്ടാണ്. നമ്പറിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് ഉണ്ടാവും വെച്ചിട്ട്, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സിസ്റ്റം കോൾ വർക്ക് ചെയ്യും. സോ ഇവിടെ 13th ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ 13 നോക്കും, 13 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്, ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യും.
റിട്ടേൺ ചെയ്ത് കൊടുക്കും. സോ എപ്പോഴും ഒരു ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെന്റേഷൻ. മനസ്സിലായല്ലോ? ഒരു നമ്പർ ഉണ്ടാവും, ടേബിൾ ഇൻഡെക്സ് ചെയ്യണത് നമ്പറാണ്, ടേബിൾ ആയിട്ടുള്ള ഇൻഡെക്സിങ് ആണ് നമ്മുടെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സിസ്റ്റം കോൾ മാത്രം, ഇല്ലുസ്ട്രേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സിസ്റ്റം കോൾസ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് സിസ്റ്റം കോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം സിസ്റ്റം കോൾ എന്താണെന്ന് എഴുതുക, എന്നിട്ട് ഈ ഒരു സെക്കൻഡ് ഫിഗർ വരിക. ഫസ്റ്റ് ഫിഗർ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അതിൽ കാര്യമായിട്ട് പറയാനില്ല. സെക്കൻഡ് ഫിഗർ വരക്കുക, ഇത് സിസ്റ്റം കോൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും കൂടി എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ പാരാമീറ്റർ പാസിംഗ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 3 മെത്തേഡ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോഴും പാരാമീറ്റർ പാസിംഗ് ചോദിച്ചാലും സിസ്റ്റം കോൾ എന്താണെന്ന് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. എന്താണ് സിസ്റ്റം കോൾ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാരാമീറ്റർ പാസിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് 3 ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് കറസ്പോണ്ടിങ് ഫിഗറും വരക്കുക. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? ക്ലിയർ ആണോ? അഭിനവ്, അനൈന, അനീഷ്? ആ, ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്. അപ്പോൾ സിസ്റ്റം കോൾസ് നമുക്ക് ഇത്രയും ടൈപ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പ്രോസസ് കൺട്രോൾ, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് നമ്മൾ സിസ്റ്റം കോൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വിൻഡോസിലും യൂണിക്സിലും വരുന്ന സിസ്റ്റം കോൾസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ എങ്കിലും, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് 2 എക്സാമ്പിൾ പഠിക്കുക. ബിക്കോസ് ഇത് ചോദിച്ചിട്ടുണ്ട്. Okay, system call, illustrate the system call. Also give 2 examples for system calls for process control, അല്ലെങ്കിൽ for communication or for file manipulation. ഇങ്ങനെ ഇതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 2 ഫംഗ്ഷൻ സിസ്റ്റം കോൾസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് സിസ്റ്റം കോൾസ് ലാബിൽ ചെയ്യാനുള്ളത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. പ്രോഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സിസ്റ്റം കോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. ഈ ഫോർക്കിൻ്റെ ഒക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാർട്ടിലുള്ള ഓരോ സെക്ഷനിലും ഒരു 2 സിസ്റ്റം കോൾസ് എങ്കിലും ജസ്റ്റ് ഓർത്ത് വെക്കുക. കാരണം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ട്, ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ എക്സിറ്റ് ചെയ്യാനും അങ്ങനെ പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് പ്രോസസ് കൺട്രോളിൽ വരുന്ന കുറച്ച് സിസ്റ്റം കോൾസ്. പ്രോസസ് ടെർമിനേഷൻ, പ്രോസസ്സിൻ്റെ ക്രിയേഷൻ ഒക്കെയാണ് പ്രോസസ് കൺട്രോളിൽ വരുന്നത്. ഇനി ഫയൽ മാനേജ്മെന്റ് എന്തായിരിക്കും? എപ്പോഴും ഫയൽ വരുമ്പോൾ എപ്പോഴും ആലോചിക്കുക, അവിടെ ക്രിയേറ്റിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഒക്കെ ആയിരിക്കും ഫയലിൻ്റെ കേസിൽ. ഓക്കെ. പിന്നെ ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഡിവൈസ് മാനിപ്പുലേഷൻ. ഓക്കെ. ഡിവൈസിൽ റൈറ്റ് ചെയ്യുക, ഡിവൈസിന് റീഡ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അതാണ് ഡിവൈസ് മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അലാം, സ്ലീപ്പ്, ടൈമർ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെയാണ് ഇൻഫർമേഷൻ മെയിൻ്റെനൻസിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾസ് വരുന്നത്. പിന്നെ വരുന്നതാണ് പ്രൊട്ടക്ഷൻ. ഓക്കെ. ഒന്നും കൂടെ ഉണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഫയൽസിനൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതായത് അതിന് CH മോഡ് എന്ന് പറഞ്ഞ കമാൻഡൊക്കെ യൂസ് ചെയ്തിട്ട് സിസ്റ്റം കോൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. ഓക്കെ. അതായത് നമുക്ക് ചില ഫങ്ഷൻസ് റീഡ് ഓൺലി ഫയൽ ആയിരിക്കണം. സോ യു ക്യാൻ ഗിവ് ദാറ്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ. അതിനൊരു വാല്യൂ ഉണ്ട്, വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാം റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. ചില ഫയൽസ് നിങ്ങൾക്ക് റൈറ്റ് ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി, അവിടെ റൈറ്റ് ഓപ്പറേഷൻ മാത്രമേ വേണ്ടുള്ളൂ, എക്സിക്യൂഷൻ വേണ്ട. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗിവ് ദ പെർമിഷൻ ഓഫ് റൈറ്റ്. ഇനി റീഡും റൈറ്റും എക്സിക്യൂട്ടും 3ഉം കൊടുക്കണം, അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. 777 എന്നാണ് ആ നമ്പർ. ഓക്കെ. സോ അങ്ങനെ അത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. സോ അതുപോലെ നിങ്ങൾക്ക് ഫയൽസിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. CH മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്, സിസ്റ്റം കോൾസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ. സോ ഇതാണ് ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾസ്. അപ്പോൾ സിസ്റ്റം കോൾസിൻ്റെ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ജസ്റ്റ് ഇൻ ഡെപ്തിൽ പഠിക്കണമെന്നില്ല, ഓരോന്നും എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ കൂടെ ഒരു 2 എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? മെയിൻലി നിങ്ങൾക്ക് ഫോർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ലാബിൽ. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓക്കെ ആവും. ഫയൽ മാനിപ്പുലേഷൻ ഒന്നുമില്ല, ഫോർക്കൊക്കെ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇതാണ് സിസ്റ്റം കോൾസിൻ്റെ ടൈപ്സ്. ഒന്ന് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുക, പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ്സിൻ്റെ ടെർമിനേഷൻ, പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് പ്രോസസ് കൺട്രോളിൽ വരുന്ന സിസ്റ്റം കോൾസ്. പിന്നെ വരുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്. ഫയൽ റീഡ് ചെയ്യുക,
ഫയലിന് റീഡ് ചെയ്യുക, ഫയലിലോട്ട് റൈറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഫയൽ ക്ലോസ് ചെയ്യുക. സോ അതൊക്കെയാണ് ഫയൽ മാനേജ്മെന്റിൽ. പിന്നെ ഡിവൈസ് മാനേജ്മെന്റിലും റീഡിങ് റൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ മെയിൻ്റെനൻസിൽ എന്ന് വെച്ചാൽ പ്രോസസ്സിന്റെ ID കിട്ടുക, പ്രോസസ്സിനെ കുറച്ച് നേരം വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് കൊടുക്കുക, സ്ലീപ്പ് ചെയ്യിപ്പിക്കുക. സോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് അത് യൂസ് ചെയ്യണത്. പിന്നെ പ്രൊട്ടക്ഷൻ, അത് ഫയലിന് നമുക്ക് പ്രൊട്ടക്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, റീഡ് റൈറ്റ് എക്സിക്യൂട്ട് പെർമിഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷനുള്ള കാറ്റഗറിയാണ് യൂസ് ചെയ്യുക. ഇതാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്ത എല്ലാവരും? ഋത്തിക്, നിവേദ്യ, ലിഖിത്, പ്രിൻസ്, നൂഹ, രോഹിത്, ഷബിൻ, തനുശ്രീ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് സിസ്റ്റം പ്രോഗ്രാം. ഓക്കെ, സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത് വാട്ട് ഈസ് സിസ്റ്റം പ്രോഗ്രാം? ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. സിസ്റ്റം കോളും സിസ്റ്റം പ്രോഗ്രാം തമ്മിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആദ്യം ഹൈറാർക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് മാറും. നമ്മളെ യൂസർ ഇന്റർഫേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴിയാണ് നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ MS വേർഡ്. എന്താണ്, നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? MS വേർഡിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇനി സിസ്റ്റം പ്രോഗ്രാമിന്റെ എക്സാമ്പിളാണ് നമ്മുടെ കമ്പൈലർ. ഓക്കെ, നമ്മൾ C പ്രോഗ്രാം ചെയ്തിട്ട് ടർബോ C ചെയ്തിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, കമ്പൈൽ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പിന്നെ റൺ ചെയ്യുന്നത്. സോ കമ്പൈലർ എന്നുള്ളത് എന്താണ്? ഒരു സിസ്റ്റം പ്രോഗ്രാമാണ്. ഓക്കെ, നോർമലി സിസ്റ്റം പ്രോഗ്രാംസും ഹൈ ലെവൽ കോഡ് തന്നെയായിരിക്കും. അപ്പോൾ കമ്പൈലർ, C കമ്പൈലർ ഉണ്ട് അല്ലേ, ജാവ കമ്പൈലർ. അപ്പോൾ അങ്ങനെ ഓരോ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവും. സോ അതാണ് സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് യൂസർ ഇന്റർഫേസ് വഴി നമ്മൾ സിസ്റ്റം പ്രോഗ്രാമുമായിട്ട് നമ്മൾ കണക്ട് ആയിരിക്കും. പക്ഷേ ഈ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിനെ മാനേജ് ചെയ്യുക, കേർണൽ ലെവലിൽ മാനേജ് ചെയ്യുക. ഓക്കെ, പിന്നെ യൂസർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതുപോലെ സിസ്റ്റം പ്രോഗ്രാമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈലേഷൻ, നമ്മൾ കമ്പൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കമ്പൈലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പൈലർ, ഡീബഗർ, അതുപോലെ ലിങ്കർ, ലോഡർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ്? സിസ്റ്റം പ്രോഗ്രാംസ് ആണ്. സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സിസ്റ്റം പ്രോഗ്രാം. അപ്പോൾ സിസ്റ്റം പ്രോഗ്രാമും സിസ്റ്റം കോളും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, സിസ്റ്റം പ്രോഗ്രാം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കമ്പൈലറും അതുപോലെ നമ്മുടെ വേർഡ് ഡോക്യുമെന്റ്, ഇപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത്, പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത്, ഓക്കെ, സയന്റിഫിക് ആപ്ലിക്കേഷൻ്റെ പ്രോഗ്രാംസ്, അപ്പോൾ അതൊക്കെ എന്താ? അതൊരു സിസ്റ്റം പ്രോഗ്രാം ആവാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആവാം. നമുക്ക് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമായിട്ട് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാം. സിസ്റ്റം പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം പ്രോഗ്രാം വെച്ചിട്ട് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം പ്രോഗ്രാംസും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റാറ്റസ് ഇൻഫർമേഷൻ, അതായത് കറണ്ട് സ്റ്റാറ്റസ്. സിസ്റ്റം പ്രോഗ്രാംസ് നമുക്ക് കറണ്ട് സ്റ്റാറ്റസ്, ഡേറ്റ്, കാര്യങ്ങൾ, സിസ്റ്റത്തിൻ്റെ ടൈം, സിസ്റ്റത്തിൻ്റെ മെമ്മറി, ഓക്കെ, ഡിസ്ക് സ്പേസ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് സിസ്റ്റം പ്രോഗ്രാം വഴിയായിരിക്കും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നമ്മളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ കിട്ടുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ? ഡാറ്റ നമുക്ക് സെർവറിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. അതുപോലെ ഫയൽ മാനിപ്പുലേഷൻ, ക്രിയേറ്റ് ഡിലീറ്റ് ഫയൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫയൽ മാനിപ്പുലേഷൻ, നമ്മൾ കമാൻഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റും ഡിലീറ്റും ഒക്കെ ആവുന്നില്ലേ? സോ അത് ഫയൽ മാനിപ്പുലേഷനിൽ. പിന്നെ പ്രോഗ്രാം ലോഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ, നമ്മളൊരു പ്രോഗ്രാം, ഞാൻ പറഞ്ഞു, മെയിൻ മെമ്മറി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക ഏതൊരു പ്രോഗ്രാമും. സോ മെയിൻ മെമ്മറി പോയി വെക്കണം, അതാണ് ലോഡർ ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ലോഡറും ലിങ്കറൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത്. ലോഡ് ചെയ്യുന്നത് ലോഡറാണ്. സോ അതാണ് പ്രോഗ്രാം ലോഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ.
ഓക്കെ, ഒരു പ്രോഗ്രാം ഉണ്ടാവും. പ്രോഗ്രാം എവിടെയാ വെക്കുക? മെയിൻ മെമ്മറിയിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. സോ മെയിൻ മെമ്മറി പോയി കൊണ്ടുവെക്കുന്നത് ആരായിരിക്കും? ലോഡർ ആയിരിക്കും. സോ ലോഡർ ഈസ് എ സിസ്റ്റം പ്രോഗ്രാം. ഓക്കെ, പിന്നെ ഫയൽ മോഡിഫിക്കേഷനിൽ വരുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റേഴ്സ്. ഞാൻ പറഞ്ഞു, നമ്മൾ നോട്ട് പാഡ്, MS വേർഡ് ഡോക്യുമെന്റ്, ഓക്കെ, എക്സൽ, ഇതൊക്കെ നമുക്ക് എന്താ പറ്റും? ഫയൽ മോഡിഫിക്കേഷനിൽ പറയാം. നമുക്ക് അവിടെ എഡിറ്റോ മോഡിഫൈയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ആണ് എക്സാമ്പിൾ. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്, സയന്റിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? കമ്പൈലർ ഡീബഗർ ഒക്കെയാണ് അല്ലേ? നമ്മൾ ടർബോസിയിൽ പ്രോഗ്രാം ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പൈലേഷൻ കഴിഞ്ഞിട്ടാണ് എക്സിക്യൂഷൻ വരുന്നത്. സോ കമ്പൈലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പൈലർ. ഡീബഗർ എന്താണ്? ബഗ്, എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതാണ് ഡീബഗർ. ഓക്കെ, ഡീബഗർ. അപ്പോൾ ഡീബഗിങ് ചെയ്യേണ്ട കേസിൽ നമുക്ക് എന്തുണ്ട്? ഡീബഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, സെറ്റ് ഓഫ് കോഡ്സ് ആയിരിക്കും, ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള കോഡ്സുകളായിരിക്കും. സോ ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം പ്രോഗ്രാംസും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും, ഇതാണ് ഡിഫറൻസ്. ഇപ്പോൾ സിസ്റ്റം കോൾ എപ്പോഴും ആലോചിച്ചോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് OS ലെവലിൽ വർക്ക് ചെയ്യുന്ന കോഡ്സ്, ഫങ്ഷൻസ് ആണ് സിസ്റ്റം കോൾസ്. ഓക്കെ, സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. പക്ഷേ സിസ്റ്റം പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, യൂസറുമായിട്ട് കൺവീനിയന്റ് വേയിൽ യൂസർക്ക് ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ, സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ് സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കൺവീനിയന്റ് എൻവയോൺമെന്റ് ആണ് നമുക്ക് സിസ്റ്റം പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് തരുന്നത്. യൂസർ ഇന്റർഫേസ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ സിസ്റ്റം കോൾ പറയുമ്പോൾ എപ്പോഴും അത് എവിടെയാണ്? OS ലെവലിലാണുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിലെ ഒരു ടാസ്കിനെ സിസ്റ്റം കോൾ അതെടുക്കും, സിസ്റ്റം കോൾ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? ഹലോ ഐശ്വര്യ, അമൽ, അനുജ, അനുപമ, അരുൺദത്ത്, ഫസ്ന, ഹൃതുൽ, Yes, ma'am. ക്ലിയർ ആണോ? Ma'am. ഓക്കെ, ദാറ്റ് ഈസ് സിസ്റ്റം പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ജസ്റ്റ് ഒരു തിയറി ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഉണ്ട്, OS സ്ട്രക്ചർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. OS ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തൊക്കെ കൺസേൺസ് ആണ് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കുക. എന്തൊക്കെയാണ് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറിനെ എഫക്ട് ചെയ്യും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പം അപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം, സിംഗിൾ യൂസർ സിസ്റ്റം ആണോ, മൾട്ടി യൂസർ സിസ്റ്റം ആണോ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണോ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ജനറൽ പർപ്പസ് ആണോ, ഇതൊക്കെ നമ്മൾ കൺസിഡറേഷനിൽ വരും. സിംഗിൾ യൂസർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ, ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കണം. സോ അതൊരു കൺസിഡറേഷൻ ആണ്. പിന്നെ വരുന്നതാണ് യൂസറിന്റെ ഗോൾ. എന്താണ്? യൂസേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പം എന്താണ് നമ്മുടെ ഒരു സിസ്റ്റം ഈസി ടു യൂസ് ആയിരിക്കണം, സേഫ് ആയിരിക്കണം, റിലയബിൾ, കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ഫാസ്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് യൂസർ ഗോൾ. ഇനി സിസ്റ്റം ഗോൾ എന്തായിരിക്കും? സിസ്റ്റം ഡെവലപ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഈസി ടു ഇംപ്ലിമെന്റ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം ആൻഡ് എറർ ഫ്രീ. ഓക്കെ, അത് ഡിസൈനേഴ്സിന്റെ വ്യൂവിലാണ് പറയുന്നത്. സിസ്റ്റം ഗോൾ പറയുന്നത് എന്താ? ഡിസൈനറിന്റെ വ്യൂവില്. ഓക്കെ, എറർ ഫ്രീ ആയിരിക്കണം, അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. ഓക്കെ, ഡിസൈൻ ഈസി ആയിരിക്കണം കമ്പാരിറ്റീവ്ലി. ഓക്കെ, അതാണ് നമ്മളൊരു OS ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയ. ഹാർഡ്വെയർ നോക്കും, വാട്ട് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം, ഓക്കെ, യൂസർ ഗോൾസ്, അതുപോലെ സിസ്റ്റം ഗോൾസ്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഇനി അതുപോലെ മെക്കാനിസം. ഓക്കെ, വാട്ട് ഈസ് പോളിസി, വാട്ട് ഈസ് മെക്കാനിസം? പോളിസി മീൻസ് വാട്ട് വിൽ ബി ഡൺ ആൻഡ് മെക്കാനിസം മീൻസ് ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, അതായത് നമ്മളൊരു എക്സാമ്പിൾ, നമുക്കിപ്പോൾ CPU ഞാൻ പറഞ്ഞു ഒരു പ്രോസസ്സ്
ഒരു പ്രോഗ്രാം കുറേ നേരം ലൂപ്പ് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ ടൈമർ വെക്കും. ടൈമർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വെക്കും. എന്താണ്? ഇൻഫിനിറ്റ് ലൂപ്പിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ടൈമർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു മെക്കാനിസം ആണ്. ടൈമർ സെറ്റ് ചെയ്യുന്നത് ഒരു മെക്കാനിസം ആണ്. ഇനി എത്ര ടൈം, ഹൗ ലോങ് ദ ടൈമർ യൂസ് ടു ബി സെറ്റ്, എത്ര ടൈമറിന്റെ ആ ഒരു ലിമിറ്റ് ഒക്കെയാണ് പോളിസിയിൽ പറയുക നമ്മൾ. ഓക്കെ, മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഐഡിയാസ് ആണ് മെക്കാനിസം. ഓക്കെ, ടൈമർ സെറ്റ് ചെയ്യുന്നത് ഒരു ഐഡിയ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? സി പി യുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫിനിറ്റ് ലൂപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സി പി യു ഐഡിയലായി പോകും, വേറെ ഒരു ടാസ്കും ചെയ്യാൻ പറ്റൂല. സോ അത് അവോയ്ഡ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ടൈമർ കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഇസ് എ മെക്കാനിസം. ഓക്കെ, ഇനി പോളിസി എന്ന് പറഞ്ഞാൽ ഹൗ ലോങ്, എത്ര ടൈമർ സെറ്റ് ചെയ്യണം, എത്ര ടൈം വെച്ചിട്ട് സെറ്റ് ചെയ്യണം, അതാണ് പോളിസി. പോളിസി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒ എസിന്റെ ഇംപ്ലിമെന്റേഷനിൽ പോളിസി എപ്പോഴും എന്താണ്? കൺസ്ട്രക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ മെക്കാനിസം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് പോളിസി മെക്കാനിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടൈമറിന്റെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡു ഇറ്റ്, ഒരു കാര്യം എങ്ങനെ ചെയ്യണം. ഇനി പോളിസി ഡിറ്റർമൈൻസ് വാട്ട് വിൽ ബി ഡൺ, എത്ര ടൈമർ വെക്കണം. സോ എപ്പോഴും പോളിസിയും മെക്കാനിസവും ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. കാരണം മെക്കാനിസം ആക്ച്വലി ഐഡിയ ആണ്, പോളിസി ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് ഒ എസ് ഡിസൈനിൽ പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു പാർട്ടായിട്ട് ഇതുവരെ ചോദിച്ചൊന്നുമില്ല, ടെക്സ്റ്റിൽ ഒരു സബ് ഹെഡിങ് ആയിട്ട് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹാർഡ്വെയർ നമ്മൾ ചെക്ക് ചെയ്യും, അതുപോലെ ടൈപ്പ് ഓഫ് സിസ്റ്റം ചെക്ക് ചെയ്യും, യൂസറുടെ ഗോൾസ് നോക്കും, സിസ്റ്റം ഗോൾസ് നോക്കും. ഓക്കെ, പിന്നെ പോളിസി മെക്കാനിസവും കൺസിഡർ ചെയ്യും. സോ മെക്കാനിസം മീൻസ് എന്തായിരുന്നു? നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുമ്പം സി പി യുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വി ആർ ഇൻട്രൊഡ്യൂസിങ് ടൈമർ. ഓക്കെ, ഇനി ഹൗ ലോങ് ദ ടൈമർ ഇസ് ടു ബി സെറ്റ്, അതാണ് എന്ത്? പോളിസി എന്ന് പറയുന്നത്. സോ ദർ ഷുഡ് ബി എ സെപ്പറേഷൻ ബിറ്റ്വീൻ പോളിസി ആൻഡ് മെക്കാനിസം. കാരണം എന്താ? മെക്കാനിസം സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും, ഐഡിയാസ് ആണ്. പക്ഷെ പോളിസി എന്ത് ചെയ്യാം? മാറാം. ചിലപ്പോൾ ഞാൻ 10 സെക്കൻഡ് ആയിരിക്കും വെക്കുന്നുണ്ടാവുക, നെക്സ്റ്റ് സിസ്റ്റത്തിൽ 20 ആയിരിക്കും വെക്കുന്നുണ്ടാവുക പോളിസി, ടൈമർ സെറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ നോർമലി ഏർലിയർ സ്റ്റേജിൽ ഒ എസ് അസംബ്ലി ലാംഗ്വേജിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തിട്ട് വന്നു? ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് ഡെവലപ്മെന്റ് വന്നു, C++ലൊക്കെ വന്നു. കറന്റ്ലി പറയുകയാണെങ്കിൽ മിക്സ് ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സി ഉണ്ടാവും, C++ ഉണ്ടാവും, പേള്, പൈത്തൺ, അങ്ങനെയുള്ള എല്ലാ അതിൻ്റെ കോമ്പിനേഷൻ ആണ് ഇപ്പോൾ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ബി പോർട്ടഡ് ടു അതർ ഹാർഡ്വെയർ. വേറെ ഹാർഡ്വെയറിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോർട്ട് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ഹൈ ലെവലിൽ എഴുതുവാണെങ്കിൽ. ബട്ട് ഇറ്റ് വിൽ ബി സ്ലോ. അസംബ്ലി ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്ലോ ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, എന്താണ് ഇംപ്ലിമെന്റേഷൻ? ഏർലിയർ സ്റ്റേജിൽ അസംബ്ലി ലാംഗ്വേജ് ആയിരുന്നു, പിന്നെ ഹയർ ലാംഗ്വേജ് ആണ്, പിന്നെ എന്താണ്? മിക്സ് ഓഫ് ലാംഗ്വേജസ് ആണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഹയർ ലെവൽ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പോർട്ടഡ് ടു അതർ ഹാർഡ്വെയർ ഈസിലി പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിരിക്കും. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, സ്ലോവർ ആയിരിക്കും. കാരണം എന്താ? മെഷീനിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈ ലെവലിൽ എഴുതുമ്പം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും, അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് സ്ലോവർ. ഓക്കെ, ബട്ട് കറന്റ്ലി മോസ്റ്റ് ഓഫ് ദ സിസ്റ്റംസ് ആർ ഇൻ മിക്സ് ഓഫ് ലാംഗ്വേജസ്. അസംബ്ലി പാർട്ട് മെയിൻ ബോഡി സിയിലും അതുപോലെ ലോവർ ലെവലൊക്കെ അസംബ്ലി പോർഷനിലൊക്കെ എഴുതിയിട്ട് മിക്സ് ആയിട്ടാണ് കറന്റ്ലി ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇംപ്ലിമെന്റേഷൻ. ക്ലിയർ ആണോ? ഇത് പറഞ്ഞത് ക്ലിയർ ആണോ? ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞത് റെസ്പോണ്ട് ചെയ്ത എല്ലാവരും? എങ്ങനെയാണ് ഒ എസിനെ ഇംപ്ലിമെന്റ് ചെയ്യണത്? ലാംഗ്വേജ് ക്ലിയർ ആണോ? ഋതിക്, ആദിത്യ, അനൈന, അഞ്ജിത, ആരോമൽ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതാണ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ജസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല. ഓക്കെ, ജസ്റ്റ് ഡിസൈനിൽ വരുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇനി ഒ എസ് സ്ട്രക്ചറാണ്. ഒ എസ് സ്ട്രക്ചറും സിസ്റ്റം ബൂട്ടിംഗ് 2 ടോപ്പിക്കാണ് വരുന്നത്. 2 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഈ 4 സ്ട്രക്ചറിൻ്റെ അകത്തുനിന്ന് എന്താണ് ഐദർ 2 ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മോണോലിത്തിക് ആൻഡ് ലെയേർഡ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മൈക്രോ കേർണൽ ആൻഡ് മോഡ്യൂൾ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു 6 മാർക്സിന് ഒ എസ് സ്ട്രക്ചർ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആശിഷ്, അനിൽ, അഭിനവ്, അഭിഷേക്, പ്രസന്റ്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അമൽ ആബ്സെന്റ് ആണോ? ഓക്കെ. അമിന, അനൈന, അനിരുദ്ധ്, അഞ്ജിത, അനുജ. പ്രസന്റ് ആണ്. നെറ്റ് കട്ടായി. ആരാണ്? അനുജ. ഓക്കെ, അനുജ. ഓക്കെ. അനുപമ, അരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, ഫസ്ന, ഫാത്തിമ തംഷത, ഓക്കെ, ഹൃതുൽ, ജരീഷ്, നെറ്റ് കട്ടായി പറഞ്ഞപ്പോ. ജരീഷ് ഇപ്പൊ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടായിരുന്നു. അതെയോ? ഓക്കെ. ഖദീജ ഷിറിൻ പറഞ്ഞതാണല്ലോ. ഓക്കെ. ലിഖിത്, ഓക്കെ. മറിയം ലിയാന, മിഥുൻ, പ്രസന്റ് മിസ്. ഓക്കെ. നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, മുഹമ്മദ് സാലിഹ്, മുഹമ്മദ് ഷഫീഖ് ആബ്സെന്റ് ആണോ? നബീൽ, നന്ദിത, നിവേദ്യ, നൂഹ, പ്രിൻസ്, ഋഷികേശ്, ഋഷ്വിൻ, ഋതിക്, രോഹിത്, സഫീൽ. രോഹിത് ആബ്സെന്റ് ആണോ? ഓക്കെ. ഓക്കെ. സങ്കീർത്തന, സാരംഗ്, സേജൽ, സെവിൻ, ഷബിൻ, സിസ്ഹാജ്, തനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണവ്, യാദവ്, അനീഷ്, ഇല്ലേ? അമൽ രവീന്ദ്രൻ. ഓക്കെ, അമൽ. ഓക്കെ. സോ ആബ്സെന്റ് ഈസ് മുഹമ്മദ് ഷഫീഖ്. ഓക്കെ. സോ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PPT ഞാനിത് ഇൻവേസിൽ ഷെയർ ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിലും ഷെയർ ചെയ്യാം. നോക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് പഠിച്ചു വെക്കുക. ഓക്കെ. സോ താങ്ക് യു. Hello, good morning. Good morning.